ഡോക്ടർ ജിൻഡോ ജോൺ ഇപ്പം നേരത്തെ കപിൽ സിബലുമുത്ത് CJP പ്രവർത്തകർ വാർത്താസമ്മേളനം നടത്തി. അവരെ വഞ്ചിച്ചു എന്ന ഇന്ന് രാവിലെ തന്നെ അവരൊരു ഇൻസ്റ്റാ പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്കെതിരായ നടപടികൾ പിൻവലിക്കുമെന്നും കേസുകൾ പിൻവലിക്കുമെന്നും പറഞ്ഞു. പക്ഷേ നോക്കൂ, ഇപ്പോൾ പട്ടേൽ 400ഓളം ആളുകളെയാണ് ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ദില്ലിയിലടക്കം എടുത്ത ഒരു കേസും പിൻവലിച്ചിട്ടില്ല. ആയുധങ്ങളുടെ ഉപയോഗമടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ മറുപടി പറയുന്നില്ല. അപ്പോൾ തൽക്കാലം പ്രധാനെ മാറ്റി നിർത്തുക. എന്നിട്ടോ പ്രധാന ഇന്ന് പാർലമെന്റിന്റെ കവാടത്തിൽ കിട്ടിയ സ്വീകരണം അങ്ങ് കണ്ടിട്ടുണ്ടാകുമല്ലോ. വലിയ വേദനയാണ്, പൊറുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്ര വലിയ ഒരു പ്രശ്നമുണ്ടായിട്ട് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നിട്ടാണ് രാജിവെക്കുന്നത്. എന്നിട്ടും ഈ സമരക്കാരോടോ CJPയോടോ പൊതുസമൂഹത്തോടോ പറഞ്ഞിരിക്കുന്ന യാതൊരു വാക്കും പാലിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ ധർമ്മേന്ദ്ര പ്രധാന സ്വീകരണം കൊടുത്തതിലൊന്നും അത്ഭുതപ്പെടാനില്ല. അത് BJPയുടെ സംഘപരിവാറിൻ്റെ ഒരു പൊളിറ്റിക്കൽ കൾച്ചറാണ്. ഈ ബിൽക്കിസ് ബാനുവിനെ അവരുടെ കുടുംബത്തെ ഇല്ലാതാക്കി അതിക്രൂരമായി പീഡിപ്പിച്ച നരാധപന്മാർക്ക് സ്വീകരണം കൊടുത്ത ആളുകളാണ് ഇവർ സംഘപരിവാർ. അതുപോലെ തന്നെ മിഷണറിമാരെ കൊന്നിട്ട് ജയിലിൽ പോയി തിരിച്ചു വന്ന ആളുകൾക്ക് സ്വീകരണം കൊടുത്ത ആളുകളാണ്. അങ്ങനെ ഒരുപാട് സ്വീകരണങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പം ഇവരുടെ വാക്കുമാറുന്ന സ്വീകരണത്തെക്കുറിച്ചിട്ട് അത്ഭുതപ്പെടാനില്ല എന്ന് ഞാൻ പറഞ്ഞാണ്. പിന്നെ മോദി സർക്കാർ പറയുന്ന ഒരു വാക്കും ഇന്ന് വരെ പാലിക്കപ്പെട്ടിട്ടില്ലല്ലോ. 50 ദിവസം കൊണ്ട് നോട്ട് നിരോധനത്തിൻ്റെ കെടുതികൾ പരിഹരിക്കുമെന്നും വിദേശത്തുള്ള കള്ളപ്പണം തിരിച്ചു കൊണ്ടുവന്ന് നാട്ടിലെല്ലാവരും കൊടുക്കുമെന്നും 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും കൊടുക്കുമെന്നും അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ CJPക്ക് കൊടുത്ത വാഗ്ദാനം, ഈ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും കൊടുത്ത വാഗ്ദാനവും അവർ പാലിക്കാൻ ഒരു സാധ്യതയുമില്ല. പക്ഷെ അവർക്കൊരു അബദ്ധം പറ്റുന്നുണ്ട്. ഇത്രയും കാലം ഈ നാട്ടിലെ മനുഷ്യരെ പറഞ്ഞു പറ്റിച്ചതുപോലെ ഇനി നടക്കുമെന്ന് ഇവർ വിചാരിക്കേണ്ട എന്നുള്ളതാണ് എനിക്ക് അവിടെ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇവർ പറഞ്ഞ വാക്കുകൾ പാലിക്കുന്നത് വരെയുള്ള പോരാട്ടം തെരുവിലുണ്ടാകുമെന്ന് വിദ്യാർത്ഥികളും യുവജനങ്ങളും പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും അക്കൂട്ടത്തിലുണ്ടാകും, ഒരു സംശയവും വേണ്ട. പിന്നെ ഗവൺമെന്റിന്റെ അക്കൗണ്ടബിലിറ്റിയാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത്. AK-47 പെല്ലറ്റ് ഗണ്ണും ഒക്കെ ഉപയോഗിച്ചത്, AK-47 ഉപയോഗിച്ച ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് വലത് നിരീക്ഷകർ എന്ന് പറഞ്ഞു വരുന്ന അനുരാജ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ വെറുതെ നടക്കുന്ന ഒരാളുടെ കയ്യിൽ AK-47 കിട്ടുമോ? പെല്ലറ്റ് ഗൺ കിട്ടുമോ? അപ്പോൾ ആ പെല്ലറ്റ് ഗണ്ണും AK-47 ഒക്കെ കൊടുത്തത് ആര്? എങ്ങനെയാണ് അവരുടെ കയ്യിലെത്തിയത്? അവർക്ക് അതുകൊണ്ട് വെടിവെക്കാനായിട്ടുള്ള ഉത്തരവ് കൊടുത്തത് ആര്? ഇത്രയും ദിവസം ഇപ്പോഴല്ലേ അത് ചർച്ചയായിരുന്നു. ആ കുട്ടികളെ അത് വെച്ചിട്ട് വെടിവെച്ചപ്പോഴോ അതിൻ്റെ പരിക്കേറ്റപ്പോഴോ ഇതുമായി സമരങ്ങളുമായി ബന്ധപ്പെട്ട ദിവസങ്ങളോ ഒന്നും ഇത് ചർച്ച ചെയ്തിട്ടില്ല, ഒരു നടപടിയും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഒന്നുമല്ല സംഘപരിവാറിൻ്റെ മനസ്സിലിരിപ്പ്. അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അവർ കൊടുത്തുവിട്ടതാണ്. ഈ സമരം ഇങ്ങനെയല്ല അവസാനിച്ചിരുന്നെങ്കിൽ അവർ ഇതിലും കഠിനമായിട്ടുള്ള അക്രമമുറകൾ ഇറക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ അനുരാജ് പറഞ്ഞൊരു കാര്യം, ലോക നേതാക്കളുടെ ഒരു ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് പത്രക്കാരെ കാണണ്ട, അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. മൻ കി ബാത്ത് ഒരു നല്ല ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹത്തിന് നരേന്ദ്രമോദിക്ക് അയച്ചു കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അദ്ദേഹം ആർക്ക് വേണമെങ്കിലും ചോദ്യങ്ങൾ അയച്ചു കൊടുക്കാം, അതിനുള്ള ഉത്തരം മൻ കി ബാത്തിലൂടെ നരേന്ദ്രമോദി പറയുമെന്ന്. അപ്പോൾ ഇഷ്ടമുള്ള ഉത്തരം ചോദ്യം സെലക്ട് ചെയ്ത് ഉത്തരം പറയാനായിട്ട് ഏത് കിഴങ്ങനും പറ്റുമല്ലോ. അപ്പോൾ അതിലൊന്നും വലിയ അത്ഭുതമില്ല. ഞാൻ ചോദിക്കുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ മറുപടി പറയാൻ അദ്ദേഹത്തിന് നേരമില്ല. സോഷ്യൽ മീഡിയയിലൂടെയും അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മോണോലോഗ് മാത്രമാണ്, ഡയലോഗില്ല. അപ്പോൾ അദ്ദേഹം ഈ അനുരാജ് പറഞ്ഞ ഒരു കമ്പാരിസൺ മുൻ സർക്കാരിൻ്റെ കാലത്തും ഇങ്ങനെ നടന്നു വന്ന. അപ്പോൾ ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ്, നരേന്ദ്രമോദി പറഞ്ഞത് കോട്ടിട്ട് കുളിക്കുന്ന ആളെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച മൻമോഹൻ സിംഗ് 117 തവണ പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ട്. അതായത് ദുർബലൻ എന്നും സംഘപരിവാർ ആക്ഷേപിച്ച മൻമോഹൻ സിംഗ് എല്ലാ പത്രക്കാരുടെ മുമ്പിൽ ധൈര്യപൂർവ്വം വന്ന് എല്ലാ ചോദ്യത്തിനും മറുപടി കൊടുത്തത് 117 തവണ. വിദേശ യാത്രകൾ കഴിഞ്ഞു വരുമ്പോൾ കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ആ യാത്രയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുകൊണ്ടുള്ള ഗുണങ്ങൾ, അതുകൊണ്ടുണ്ടായിട്ടുള്ള സന്ദർശനത്തിൻ്റെ ഇടവേളയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് 72 തവണ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആനുവൽ പ്രസ് മീറ്റ് 10 വർഷം കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റിലും വിസിറ്റ് ചെയ്യുമ്പോൾ 23 തവണ പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ട്. ഇലക്ഷൻ സമയത്ത് മാനിഫെസ്റ്റോവുമായി ബന്ധപ്പെട്ട പ്രസ് മീറ്റ് 12 തവണ. അങ്ങനെ 117 തവണ മാധ്യമങ്ങളെ കണ്ട ധീരനായ പ്രധാനമന്ത്രിയുടെ പേരായിരുന്നു മൻമോഹൻ സിംഗ്. ഒരു വട്ടം പോലും 12 വർഷത്തിനിടയിൽ ഒരു വട്ടം പോലും പത്രക്കാരെ കണ്ട് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റാത്ത ഭീരുവിൻ്റെ പേരാണ് നരേന്ദ്രമോദി. പാർലമെന്റിൽ ചർച്ചയ്ക്ക് ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിന് ഉത്തരം പറയാതെ ഒളിച്ചു കളിക്കും. ചോദ്യങ്ങൾ ചോദിക്കാൻ പോലുള്ള അനുമതി പാർലമെന്റിന്റെ ഇരുസഭകളിലും അനുവദിക്കാത്ത രീതിയിൽ സംഘപരിവാർ ഓടി ഒളിക്കുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരുടെ പ്രസ് മീറ്റോ ഇവർ പാർലമെന്റിൽ ഉത്തരം പറയാത്തതോ പ്രസ് മീറ്റ് നടത്താത്തതോ എന്തിനാണെന്ന് ചോദിച്ചാൽ, ജനങ്ങളോട് ഉത്തരം പറയാൻ പോലുമുള്ള കഴിവില്ലാത്ത, പ്രാപ്തിയില്ലാത്ത ഒരാളാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന് നട്ടപ്പാതിരയ്ക്ക് വന്ന് സെൽഫി വീഡിയോ എടുക്കാനേ അറിയുള്ളൂ. പാർലമെന്റിൽ വിഷയാടിസ്ഥിതമായിട്ട് ഒരു മറുപടി പറയാൻ അറിയില്ല. ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും
ജവഹർലാൽ നെഹ്റുവിനെ ആക്ഷേപിക്കാനേ അദ്ദേഹത്തിന് അറിയുള്ളൂ, പഠിച്ചതേ പാടുള്ളൂ. ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് ആ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് ഇതുവരെ പഠിച്ചിട്ടില്ല. പാർലമെന്റിൽ മറുപടി പറയാതെ പാതിരാത്രിക്ക് സെൽഫി വീഡിയോ എടുക്കുന്നതാണ് അദ്ദേഹം ഹരമാക്കിയിരിക്കുന്നത്. കൊച്ചു പിള്ളേർ അതങ്ങ് കീറി വലിച്ച് ഭിത്തിയിൽ ഒട്ടിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇനിയും വാഗ്ദാന ലംഘനം നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പഴയ കാലത്ത് നടന്ന പോലെ കഴിഞ്ഞ 12 വർഷം നടത്തിയതുപോലെ സംഘപരിവാറിന് വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ, BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ പോലും അത് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ രാഷ്ട്രീയ പശ്ചാത്തലം, കുടുംബ പശ്ചാത്തലം ഒക്കെ നമ്മൾ അങ്ങനെ ചൂഴ്ന്ന് പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാവും. അത് തിരിച്ചറിയാത്തത് ഇവർ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്യുന്ന കുട്ടികളെ കൂട്ടബലാത്സംഗം ചെയ്യണമെന്നും വെടിവെച്ച് കൊന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ട് ഡെഡ് ബോഡി ഇടണമെന്നൊക്കെ പറയുന്ന ആളുകളെയും നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കേസെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. TG മോഹൻദാസിന്റെ പരാമർശങ്ങളിൽ, ഈ വിദ്വേഷ പരാമർശങ്ങളിൽ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അത് ആ ദില്ലി പോലീസിനെതിരായി നടന്ന ദില്ലി പോലീസ് ഇങ്ങനെ ചെയ്യണം, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തേനെ എന്നത് മാത്രമല്ല, സ്ത്രീകൾക്കെതിരായി രൂക്ഷമായ പരാമർശങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളൊക്കെ എല്ലാവരും ഉന്നയിക്കുന്ന ഒരു വിമർശനം. സത്യമായും ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല. എനിക്കത് കണ്ടിരിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് ചില സമൂഹ മാധ്യമങ്ങളിൽ വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളുകൾ എഴുതിയിരിക്കുന്ന വിമർശനങ്ങൾ മാത്രമാണ് കാണുകയും ചെയ്തത്. ഇടവേള. Debate with Madhu Saji.